ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മൾക്ക് ഏവർക്കും ഒരുമിച്ച് അല്പസമയം ദൈവവചനത്തെപ്പറ്റി ചിന്തിക്കാം. നിങ്ങൾക്കേവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാനുള്ള വിഷയം യേശു സമ്പൂർണ്ണ അനുസരണത്തിൻ്റെ മാതൃക. ഇന്നത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യം. അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്നു അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന് 12 വയസ്സുള്ളപ്പോൾ പെസഹ പെരുന്നാളിൽ സംബന്ധിക്കേണ്ടതിന് യേശു മാതാപിതാക്കളോടൊപ്പം യെരുശലേം ദേവാലയത്തിലേക്ക് പോയി. അവിടെ വെച്ച് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വേർപെട്ട് ആ ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയോ ആയി. അങ്ങനെ തൻ്റെ മാതാപിതാക്കൾ യേശുവിനെ തിരഞ്ഞ് ചെന്നപ്പോൾ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു ബാലനായിരുന്നപ്പോൾ അനേക പണ്ഡിതന്മാരോടൊപ്പം ദൈവവചനത്തെപ്പറ്റി സംസാരിക്കുന്നതാണ് കാണുവാനായിട്ട് ഇടയായത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതാവിന് തൻ്റെ മകനെ പറ്റി വളരെ അധികം അഭിമാനം തോന്നി. വളരെ പണ്ഡിതന്മാർ കൂടിയിരുന്നതായ ആ സഭയിൽ അല്ലെങ്കിൽ ആ ആൾക്കൂട്ടത്തിൽ തൻ്റെ മകൻ ഇത്ര കൃത്യതയോടുകൂടി ദൈവവചനത്തെ പറ്റി സംസാരിക്കുന്നത് കേട്ടപ്പോൾ തൻ്റെ മകനുള്ളതായ ആ പരിജ്ഞാനത്തെപ്പറ്റി ആ അമ്മയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. കർത്താവിൻ്റെ സംസാരം കേട്ടതായ ഓരോ വ്യക്തിക്കും ഇത് എത്ര അനുഗ്രഹീതമാണ് എന്നുള്ളതായ ചിന്തയാണ് അവിടെ കടന്നു വന്നത്. ഒരുപക്ഷെ അങ്ങനെ വരുവാനായിട്ടുള്ളത് കാരണം കർത്താവായ യേശു ക്രിസ്തു വളരെ പൈതലായിരിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിന് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യവും അതുതന്നെയായിരുന്നു. പിതാവായ ദൈവത്തെ അനുസരിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മാതൃക കാണിക്കണം എന്നുള്ളതായ ഒരു നിർബന്ധവും നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കാണാം. ലൂക്കോസ് 2:46 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു എപ്രകാരമായിരുന്നു ദൈവവചനമനുസരിച്ച് കൊണ്ട് ജീവിച്ചതെന്നുള്ളത്. തനിക്ക് ലഭിച്ചതായ അവസരങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റിയും ദൈവ കൽപ്പന അനുസരിക്കുന്നതിനെ പറ്റിയുമാണ് അദ്ദേഹം മറ്റുള്ള ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏകദേശം യേശു ക്രിസ്തു മറ്റെല്ലാ കുട്ടികളെയും പോലെ ആയിരുന്നു എന്നാണ് ചില ബൈബിൾ പണ്ഡിതന്മാരും അല്ലെങ്കിൽ തിരുവചനങ്ങൾ വിശകലനം ചെയ്യുന്നതായ വ്യക്തികൾ പറയുന്നത്. എന്നാൽ നമ്മൾ പൂർണ്ണമായിട്ടും സത്യത്തെ ഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും, ഇന്നുള്ളതായ കുഞ്ഞുങ്ങളിൽ നിന്നും വളരെയധികം വിഭിന്നമായ ഒരു അവസ്ഥയിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത്. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തനിക്ക് ലഭിച്ചിരുന്നതായ പിതാവിൻ്റെ ദൗത്യത്തിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ മാതൃക ആക്കേണ്ടിയിരുന്നു. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലുടനീളവും ആ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് മാത്രമാണ് ജീവിച്ചത്. ഇത് തൻ്റെ മാതാപിതാക്കളിൽ വളരെയധികം സന്തോഷത്തെ നൽകുവാനായിട്ട് സാധിച്ചു. ഇന്ന് നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളും അവർക്കും മാതൃക കാണിച്ചു കൊടുക്കണം. ദൈവ ഇഷ്ടത്തിൽ ജീവിക്കുന്നതായ മാതാപിതാക്കളായിരുന്നുവെങ്കിൽ മാത്രമേ നമ്മളുടെ കുഞ്ഞുങ്ങളെ അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കൂ. കർത്താവായ യേശു ക്രിസ്തു താൻ ആത്മീക ജീവിതത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് തൻ്റെ മാതാപിതാക്കൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തിരിപ്പിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ദൈവപാതയിലേക്ക് പോകുന്നതായ കുഞ്ഞുങ്ങളെ പല മാതാപിതാക്കളും പിന്തിരിപ്പിക്കുന്നുണ്ട്. മകനെ അല്ലെ മകളെ, നീ ദൈവാലയത്തിൽ പോകുന്നത് കൊള്ളാം, പക്ഷേ നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉയർന്ന ബിരുദങ്ങൾ സമ്പാദിക്കുവാനും അല്ലെങ്കിൽ ഉയർന്ന ജോലി നേടുക എന്നുള്ളതാണ് നിന്റെ ലക്ഷ്യമെന്നാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ അപ്രകാരമല്ല ചെയ്യേണ്ടത്. ദൈവ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് നമ്മളും ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവതരിച്ചിരിക്കുന്ന എന്ന് അവരോട് പറയേണ്ടിയിരിക്കുന്നു.
ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അല്ലെ സർവശക്തനായ ദൈവം നമ്മളെ ഓരോ വഴികളിലും നമ്മളെ കാത്തുകൊള്ളും. നമ്മളുടെ ആ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഭാവി ഏറ്റവും സുരക്ഷിതമാവുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക ഏതാണ്? തൻ്റെ ജീവിതത്തിലുടനീളം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മളും അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടം അത് ചെയ്തു കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയുള്ളവരായിരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമേ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കിയവർ എന്നുള്ള വിളിക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിലടിയങ്ങൾക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കവിയടിയങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങയെ മാതൃകയാക്കിക്കൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യുന്ന മക്കളായിരിക്കാനായിട്ട് അടിയങ്ങളെ ഓരോരുത്തരെയും അതിനുവേണ്ടി ഒരുക്കുമാറാക്കണമെന്ന് യാചിക്കുന്നു. അതിനുവേണ്ട നല്ല കൃപകളെ അവിടെ നൽകുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങൾക്കും അടിയങ്ങളുടെ തലമുറകൾക്കും അങ്ങയുടെ അനുഗ്രഹത്തെപ്പറ്റി, അങ്ങയുടെ കൃപകളെപ്പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെയും ആ മഹാസന്തോഷത്തിൽ പങ്കാളികളാക്കുവാനായിട്ട് ഇടയാക്കുമാറാക്കണമെന്ന് യാചിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥന കേട്ടനായ സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുടെ ഉത്തരം നൽകുമാറാകണമേ.